എല്ലാവർക്കും നമസ്കാരം. ഇത്തവണത്തെ ഒരു വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള രാജസ്ഥാനെ പറ്റി കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് മരുഭൂമിയുടെ ചിത്രമായിരിക്കൂലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമി രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യണതെന്ന് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ. 2018 ഞാൻ ആദ്യമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനിലേക്ക് വന്നത്. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പുലികളുടെ പടം എടുക്കാനായിട്ട് രാജസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ എന്ത് പുലി എന്നുള്ള ചിന്തയാണ് മനസ്സിലേക്ക് ആദ്യം എത്തിയത്. പിന്നീട് രാജസ്ഥാൻ്റെ വൈൽഡ് ലൈഫിനെ പറ്റി പഠിച്ചപ്പോഴാണ് ഇവിടെ കുറേയധികം നാഷണൽ പാർക്കുകളും റിസർവ് ഫോറസ്റ്റുകളും ഉണ്ടെന്ന് മനസ്സിലായത്. ഇതിൽ ഇന്ത്യയിലെ തന്നെ വലിയ ടൈഗർ റിസർവുകളിൽ ഒന്നായിട്ടുള്ള രന്തംബോർ ടൈഗർ റിസർവ് രാജസ്ഥാനിലാണുള്ളത്. അതിരാവിലെ തന്നെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴിയുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് ഞങ്ങൾ ജയ്പൂരിലേക്ക് പുറപ്പെട്ടേക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ ജയ്പൂരിലേക്ക് എത്തുന്നത്. ജയ്പൂർ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഡൽഹി ഉള്ളത് കൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള തിരക്കുണ്ടാവാറില്ല. എയർപോർട്ടിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങൾ പുലികളെ തപ്പിപ്പോണ സ്ഥലത്തിൻ്റെ നടുക്കുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. ഇത് അധികം ഫെസിലിറ്റീസൊന്നും ഇല്ലാത്തൊരു ബേസിക് ഹോട്ടലാണ് കേട്ടോ. ജയ്പൂർ സിറ്റിയിൽ വേറെയും കുറേ ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വരാനും പോകാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്തത്. ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഇതേ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോണ കാട്ടിലേക്ക് ജീപ്പ് സഫാരിയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ സഫാരി ബുക്ക് ചെയ്തേക്കണ ഓപ്പറേറ്റർ ഞങ്ങളുടെ അടുത്ത് ഹോട്ടൽ പിക്കപ്പും ഡ്രോപ്പും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി നിന്നപ്പോഴേക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ടുള്ള ജീപ്പ് എത്തി. ഇവിടെ നിന്ന് ഏകദേശം 5 മിനിറ്റത്തെ യാത്രയുള്ള സഫാരി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. കുറച്ചു നേരം ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ ഓടിയപ്പോഴേക്കും മാൾവിയ നഗർ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്തി. ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അകത്തേക്കൂടെ പോണ ഈ റോഡ് എത്തിച്ചേർന്നത് സഫാരി ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ ജലാന ലെപ്പേർഡ് റിസർവിൻ്റെ ഗേറ്റിലേക്ക് എത്തി. പിങ്ക് സിറ്റി എന്നാണ് ജയ്പൂർ അറിയപ്പെടുന്നത്. ഇവിടുത്തെ മിക്കവാറും സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ ചരിത്രപ്രധാനമായിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം പിങ്ക് കളറിലാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്.
അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടുത്തെ സഫാരി പോയിന്റിൽ ഉപയോഗിച്ചിരുന്നത്. ഈ കളറിനോടൊക്കെ നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ ജലാന ലെപ്പേർഡ് റിസർവ് എന്നുള്ളൊരു നെയിം ബോർഡ് ഒരു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ സഫാരി ബുക്കിങ്ങിൻ്റെ റേറ്റ്സും അതുപോലെ തന്നെ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ പ്രോസസ്സും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സഫാരികളെല്ലാം ബുക്ക് ചെയ്തത് ഇവിടെയുള്ളൊരു സുമിത് ജുനേജ എന്ന പേരുള്ളൊരു ഓപ്പറേറ്റർ വഴിയാണ്. സുമിത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സാധാരണയായിട്ട് ഇട ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് ഭയങ്കര കുറവാണ്. ഈ ജീപ്പിലാണ് ഞങ്ങളിന്ന് സഫാരിക്ക് പോണത്. സാധാരണ കവേർഡായിട്ടുള്ള ഈ ജീപ്പ് ഉപയോഗിക്കുന്നത് ഫുൾ ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ സഫാരികൾക്കാണ്. ഇന്ന് സുമിത്തിന് ഫുൾ ഡേയും ഹാഫ് ഡേ സഫാരി ഒന്നും ബുക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഈ ജീപ്പായിട്ട് പൊക്കോളാൻ പറഞ്ഞേക്കാണ്. ഏകദേശം 4 മണിയായതോടുകൂടി ഞങ്ങൾ ക്യാമറ തന്നെ എടുത്ത് ജീപ്പിൽ കയറ്റി സഫാരി പോകാനായിട്ട് റെഡിയായി. പെർമിറ്റൊക്കെ കാണിച്ച് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ പയ്യെ കാടിൻ്റെ അകത്തേക്ക് കയറാണ്. എൻട്രി ഗേറ്റിനോട് ചേർന്നുള്ള ഈ മതിലിലേക്ക് ഇടയ്ക്ക് പുലികൾ വന്ന് കിടക്കാറുള്ളതാണ്. ഈ മണ്ണ് റോഡിൻ്റെ 2 സൈഡുകളും കാടായതും കൊണ്ട് പലപ്പോഴും പുലികൾ റൂട്ടിൽ കൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കിടക്കാറുണ്ട്. നാട്ടുകാർ കാടിൻ്റെ അകത്തുള്ളൊരു അമ്പലത്തിൽ പോണ വഴിയും കൂടിയാണ്. ഇവിടെ അടുത്ത സൈഡിലേക്കാണ് ഫോറസ്റ്റിലേക്കുള്ള ആദ്യത്തെ എൻട്രി ഗേറ്റ്. വേറെ ഒരു സംഭവം ഉണ്ടെന്നും പറഞ്ഞാണ് ഡ്രൈവർ നേരെ വണ്ടി വിടുന്നത്. രണ്ടാമത്തെ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത്. ഗേറ്റ് ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ കയറിയേക്കുന്നത് പാർക്കിലെ മെയിൻ ഏരിയയിലേക്കാണ്. കുറച്ച് ഓടിയപ്പോൾ തന്നെ ആദ്യത്തെ ഞങ്ങളുടെ കാഴ്ച ഈ കാണുന്ന മയിലാണ്. ഇന്ത്യൻ പീക്കോക്ക് എന്നറിയപ്പെടുന്ന ഈ മയിലുകളെ മനോഹരമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജലാന. ഇതിരിക്കണ ഈ ആംബിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ അധികം സമയം കളയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവർ നേരെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു. ഞങ്ങളുടെ വണ്ടി നേരെ ചെന്ന് നിന്നതൊരു നീൽഗായുടെ കാർക്കസിൻ്റെ അടുത്തേക്കാണ്. ഇത് മാൻവർഗത്തിൽ പെട്ടൊരു മൃഗം കേട്ടോ. ഏകദേശം 2 ദിവസം മുമ്പ് ഒരു പുലി കൊന്നിട്ടേകളതാണ് ഇതിന്. പുലികൾ ഇങ്ങനത്തെ വലിയ മൃഗങ്ങളെ എന്തെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും തിന്നുകൊണ്ടിരിക്കും. കുറച്ചു നേരം ആ കില്ലിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അറ്റത്തുനിന്ന് ഒരു അലാം കോൾ കേട്ടത്. അങ്ങനെ ആ അലാം കോൾ കേട്ട ദിശയിൽ ഞങ്ങൾ വണ്ടി ഓടിച്ച് ചെല്ലുമ്പോഴാണ് അതേ കൺമുമ്പിൽ തന്നെ ഒരു പുലി നടന്നു പോകുന്നത്. പുലി ഈ പുല്ലുകളുടെ ഇടയിൽ കൂടെ കുറ്റിക്കാടിൻ്റെ ഇടയിലേക്കാണ് നടന്നു കയറുന്നത്. പുലി പുറത്തു വന്നതും കാത്ത് ഞങ്ങളും ഈ കുറ്റിക്കാടിൻ്റെ സൈഡിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അറ്റത്തൊരു മൂവ്മെൻറ്റ് കണ്ടത്. ഡ്രൈവർ വണ്ടി വേഗം പുലി വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയപ്പോഴേക്കും ദേ നടന്നു വന്ന് ഫ്രണ്ടിലേക്ക് തന്നെ പുലി. കുറച്ചു നേരം ഞങ്ങൾക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുലി നേരെ അകത്തേക്ക് കയറിപ്പോയി. പുലിയുടെ കുറേ നല്ല ഫോട്ടോസ് കിട്ടി സന്തോഷത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്ര. അടുത്തത് നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്ന മലയുടെ മേലിലുള്ളൊരു കോട്ടയിലേക്ക് വരെ പോയിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവർ ഏട്ടൻ അങ്ങോട്ടാണ് വണ്ടി വിടുന്നത്. ഇത് രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹണ്ടിങ് ലോഡ്ജുകളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണേക്കാളും മുന്നേ ജയ്പൂർ രാജവംശം പണിത ഹണ്ടിങ് ലോഡ്ജാണിത്.
ഈ വൈൽഡ് ആനിമൽസിൻ്റെ ഹണ്ടിങ് രജപുത്ത് രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദമായിരുന്നു. വേട്ടയ്ക്ക് വരുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഹണ്ടിങ് ലോഡ്ജുകൾ പണിതേക്കുന്നത്. ജയ്പൂരും പരിസരത്തായിട്ട് ഇതുപോലത്തെ കുറേയധികം ഹണ്ടിങ് ലോഡ്ജുകൾ പണിതിട്ടുണ്ട്. പലപ്പോഴും ഇവർ ഈ ഹണ്ടിങ് ടൂറുകൾ വിദേശ ഡെലിഗേറ്റ്സോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ആയിരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഹണ്ടിങ് ചിത്രങ്ങൾ നമുക്ക് ജയ്പൂരും പരിസരത്തുള്ള മ്യൂസിയങ്ങളിൽ കാണാൻ പറ്റും. നാല് സൈഡും കാണാൻ പറ്റുന്ന ചെറിയ മലകളുടെ മേലിലാണ് സാധാരണയായിട്ട് ഹണ്ടിങ് ലോഡ്ജുകൾ സ്ഥാപിക്കുന്നത്. ഒരു കാലത്ത് കുറേയധികം പുലികളും കടുവകളും മാനുകളും എല്ലാം വിഹരിച്ചു കൊണ്ടിരുന്ന ഒരു കാടിൻ്റെ ഭാഗമായിരുന്നു ജലാല. ഇവിടെ 1980 വരെ ഗവൺമെൻറ് വേട്ടയാടാനായിട്ടുള്ള പെർമിറ്റുകൾ കൊടുത്തിരുന്നെന്നാണ് അറിയാൻ പറ്റിയത്. രാജസ്ഥാനിലെ വന്യമൃഗങ്ങളുടെ എണ്ണം നന്നായിട്ട് കുറയാനായിട്ടുള്ള കാരണം ഈ വേട്ടയാടൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഹണ്ടിങ് ലോഡ്ജുകളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണുള്ളത്. രണ്ട് നിലകളോടുള്ളൊരു ഹണ്ടിങ് ലോഡ്ജാണത്. ഇത് ചെറിയൊരു മലയുടെ മേലായതും കൊണ്ട് മേലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അരാവലി മലകളാണ് നമ്മളിപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മഴക്കാലം കഴിഞ്ഞ അതേ സമയത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത് കൊണ്ട് തന്നെ മലകളെല്ലാം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ അധികം ദൂരം അല്ലാണ്ട് കാണുന്ന കോൺക്രീറ്റ് ജംഗിളാണ് ജയ്പൂർ സിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പണ്ട് കാലത്ത് ജലാനിയലി റിസർവ് രാജസ്ഥാനിലെ മറ്റു കാടുകളായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും ഇത്ര നന്നായിട്ട് സിറ്റിയുടെ അകത്ത് തന്നെ ഒരു റിസർവ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കയറി വന്ന വഴി നമ്മുടെ ജീപ്പുമാണ് ഈ താഴെ കാണുന്നത്. പണ്ട് രാജാക്കന്മാർ വന്യമൃഗങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ റിസർവ് ഇവിടെ തല ഉയർത്തി പച്ചപ്പ് വിരിച്ച് നിൽക്കുന്നത്. ഈ പച്ചപ്പുകളുടെ ഇടയിൽ അങ്ങേയറ്റത്താണ് മൊബൈൽ ടവറിനോട് ചേർന്ന് കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ഞങ്ങൾക്ക് ഇവിടെ നല്ല രസകരമായിട്ടുള്ളൊരു കഥയുമുണ്ട്. 2018 സെപ്റ്റംബർ മുതലാണ് ഞാൻ ജയ്പൂർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വന്നു തുടങ്ങിയത്. ആദ്യത്തെ ആ വരവിന് ഞങ്ങളുടെ ഫ്ലൈറ്റ് ജയ്പൂർ എയർപോർട്ടിലെത്തിയത് ഏകദേശം രാവിലെ 3 മണിക്കായിരുന്നു. വന്നിറങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ സഫാരിക്ക് പോയിട്ട് പിന്നീട് ഹോട്ടലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരുന്ന കാരണം എയർപോർട്ടിൽ നിന്നായിരുന്നു ഞങ്ങളെ ജീപ്പ് ഡ്രൈവർ പിക്ക് ചെയ്തത്. ഞങ്ങൾ ഏകദേശം 5:30 ആയപ്പോഴേക്കും സഫാരി പോയിൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. സഫാരി തുടങ്ങാൻ ഇനി സമയമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജീപ്പ് ഡ്രൈവറെ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് വന്നു. രാത്രി മുഴുവനും യാത്ര ചെയ്താലും ഞങ്ങളുടെ അടുത്ത് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഡ്രൈവർ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. ഡ്രൈവർ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരാൾ അയ്യോന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയെടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരാണ്. അമ്പലത്തിലെ പൂജാരിയാണ് ആ വന്നത്. പുള്ളി രാവിലെ തന്നെ അമ്പലത്തിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അകത്തൊരു പുലി കിടന്നുറങ്ങണ കാഴ്ചയാണ് പുള്ളി കാണുന്നത്. ഇത് കണ്ട് വെപ്രാളപ്പെട്ടാണ് പുള്ളി ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഡ്രൈവർ ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് ക്യാമറ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും പുലി അവിടുത്തെ കോമ്പൗണ്ട് വാളും ചാടിക്കിടന്ന് കാട്ടിലേക്ക് കയറി. കാടിൻ്റെ നടുക്കാണെങ്കിലും സാധാരണക്കാർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ കാറും ബൈക്കായിട്ടും അതുപോലെ തന്നെ നടന്നുമെല്ലാം വരാറുണ്ട്.
ഞങ്ങളധികം വൈകാണ്ട് തന്നെ ഹണ്ടിങ് ലോഡ്ജിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. വലിയ സിറ്റികളായിട്ട് അതിര് പങ്കിടുന്ന വിരലിലെണ്ണാവുന്ന കാടുകളിലൊന്നാണ് ഈ ജലാന. ഇടയ്ക്ക് പുലികൾ സിറ്റിയിലേക്കും ഇറങ്ങാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഫോറസ്റ്റ് റിസർവിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം തീറ്റയുള്ള കാരണം ഐറ്റങ്ങൾ തീറ്റ തേടി പുറത്തേക്ക് ഇറങ്ങാറില്ല എന്ന് മാത്രം. കുറച്ച് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്തോ അലാം കാർഡ് കെട്ടിയിട്ട് കുറേ അധികം ജീപ്പുകൾ നിർത്തിയിട്ടേക്കണത് കണ്ടത്. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ കൂടി വെയിറ്റ് ചെയ്യാതെ തീരുമാനിച്ചു. പലപ്പോഴും ഈ സഫാരികളുടെ ഇടയിൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ ലെപ്പേഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗ്രേ ഫ്രങ്കോളിൻ എന്ന് പറഞ്ഞൊരു കിളി സൈഡിൽ കിടന്നുകൊണ്ട് കളി ഒടുങ്ങിയേക്കണത്. നമ്മുടെ നാടൻ കോഴിയുടെ ഏകദേശം പകുതി മാത്രം വലിപ്പമുള്ള ഈ കിളിയുടെ മലയാളത്തിലെ പേര് കൗതാരി എന്നാണ്. വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് ഇതിനെ കണ്ടുവരുന്നത്. കേരളത്തിൽ സാധാരണയായിട്ട് കാണാറില്ലാത്തൊരു കിളിയാണ് കേട്ടത്. പുൽവിത്തുകളും അതുപോലെ തന്നെ കൃമികീടങ്ങളൊക്കെയാണ് ഈറ്റങ്ങളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. ഞങ്ങളുടെ വണ്ടീനോട് ചേർന്ന് വേറെയും വണ്ടികൾ വന്ന സൗണ്ട് എല്ലാം പുള്ളി ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞതോടുകൂടി എന്തോ പന്തികേട് അല്ലാത്തതുപോലെ തോന്നി പുള്ളി അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഏകദേശം ഇരുട്ടായി തുടങ്ങിയതോടുകൂടി ഓരോ ജീപ്പുകളായിട്ട് മടുത്ത് പുറത്തേക്ക് പോയി തുടങ്ങി. ഏകദേശം ഞങ്ങൾക്ക് പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സമയമായപ്പോഴേക്ക് പൊന്തക്കാട്ടിൽ നിന്ന് ഇതേ പുറത്തേക്ക് വന്ന അടുത്ത പുള്ളി എന്തോ കളഞ്ഞു പോയിട്ട് അന്വേഷിച്ച് കിടക്കുന്ന രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ജീപ്പുകളുടെ ഇടയിൽ കൂടെ യാതൊരു പേടിയില്ലാണ്ടാണ് അവൻ മണ്ണ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് പുറത്തു വന്നാൽ കാര്യമായിട്ടുള്ള പടങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുലിയല്ലേ കുറച്ചു നേരം കണ്ട് ആസ്വദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം കൂടി ഞങ്ങൾ പാർക്കിൻ്റെ അകത്ത് തന്നെ നിന്നു. പുള്ളി കുറച്ചു നേരം ഇവിടെയൊക്കെ പരതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പയ്യെ പൊന്തക്കാടിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം. പുലി കയറിപ്പോയതോടുകൂടി ഞങ്ങളപ്പം തന്നെ പാർക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നാളെ പുലിയുടെ കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.